ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? പാപനിമിത്തം ദൈവകൃപയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന മനുഷ്യജാതിയാണ് ലോകം. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടക്കുന്നവരെയാണ് ഈ ലോകം സ്നേഹിക്കുന്നത്. അതായത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയ്ക്കാണ് അവർ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് ഈ ലോകം ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ കൃപയെയും അംഗീകരിക്കുന്നില്ല. അവൻ തൻ്റെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനെ പകച്ചിരിക്കുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തു മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ രക്ഷിക്കപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ലോകം പകയ്ക്കുന്നത്. ലോകത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ഇതിലേതിനാണ് നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നത്? ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.